അതിന്റെ ഇതാണ് അതിന്റെ വിത്ത് എന്ന് പറയണത്. അത് വിത്ത് വാങ്ങിയിട്ട് നമ്മ ഒരു ചട്ടിയില് നമ്മ ഒരു നൈസായ കോട്ടൺ തുണി എടുക്കുക. കോട്ടൺ തുണിയാണ് ഈ അടിയിൽ 15 രൂപയ്ക്കാണ് ഞാൻ നേഴ്സറിക്കാർക്ക് കൊടുക്കണേ. 15 രൂപ 15. പിന്നെ ആ പിങ്ക് 25 അല്ലേ? 20-25 അടിക്കേണ്ടതുണ്ട്. റോസ പോലെ ഒന്നും മരുന്നൊന്നും അടിക്കണ്ട. ഇങ്ങനെ തിന്നോളൂ. അത് കാണാനും ഭംഗിയല്ലേ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇലയുടെ കളർ ചേഞ്ച് ആണ്. പിന്നെ അതെല്ലാം നല്ല കളർഫുൾ ഇതാണ്. യെല്ലോന്റെ അടുത്ത് റെഡ് വരും. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ള തൃശ്ശൂർ ജില്ലയിലെ അന്നമടയുള്ള ജോബി ചേട്ടന്റെയും ഡാർലി ചേച്ചിയുടെയും വീട്ടിലാണ്. ഇവരിവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകളാണ്. മാത്രമല്ല ഒരു പ്ലാന്റുകളുടെ പ്രൊപ്പഗേഷനും അതിൻ്റെ ഒരു കെയറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ചേച്ചി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമസ്കാരം, ഞാൻ ജോബി, എൻ്റെ വൈഫ് ഡാർലി. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ അന്നമൻ്റെ എന്ന ദേശത്ത് പാലിശ്ശേരി എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ കാലങ്ങളായിട്ട് ചെടികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ വന്നാൽ പിന്നെ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ചെയ്യേണ്ടത്. അത് കൂടുതലും ഞങ്ങൾ പ്രൊപ്പറേറ്റ് ചെയ്യുന്ന ചെടികൾ നേഴ്സറിക്കാർക്കാണ് ചെയ്യുന്നത്. ഈ ചെടികളോടുള്ള താല്പര്യം പണ്ട് മുതലുള്ളതാണോ? ഇത് കാലങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ അമ്മ ഉള്ളപ്പോൾ തൊട്ട് തന്നെ ഞങ്ങൾക്ക് ചെടികളുണ്ട്. ഞങ്ങൾ അന്ന് തൊട്ടുള്ള ചെടി പുതിയ ചെടികളല്ല, എല്ലാം പഴയ ചെടികൾ തന്നെയാണ് കൂടുതലും. ഞങ്ങള് സ്വന്തമായിട്ട് അപ്പൊ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതുകൊണ്ട് നേഴ്സറിക്കാർക്ക് വില കുറച്ച് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ പറ്റുന്നുണ്ട്. ഇവിടെയുള്ള മദർ പ്ലാന്റിൽ തന്നെ നിങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോ ചെയ്യണത്. അത് കാരണം നേഴ്സറിക്കാർക്കാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് ഇപ്പൊ ഇങ്ങനെ കൊടുക്കുന്നത്. ആണല്ലേ? ഇവിടെ കൂടുതലായിട്ടും നേഴ്സറിക്കാർക്കാണ് ഇപ്പൊ നമ്മൾ കൊടുക്കണത്. അപ്പൊ വീട്ടുകാരും വരുന്നുണ്ട്, മറ്റു അങ്ങനെ ഓൺലൈനിലും അയക്കുന്നുണ്ട്. അത്യാവശ്യം ഞങ്ങൾ രണ്ട് സൈലുണ്ട്. ഇവിടെ പർച്ചേസ് ചെയ്യുന്നുണ്ട്, ഓൺലൈനിൽ ഞങ്ങൾ കുറച്ച് ചെയ്യുന്നുണ്ട്. ആരായിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇതെല്ലാം നമ്മൾ ചെടി കാര്യങ്ങൾ നോക്കണത് വൈഫ് ഡാർലിയാണ്. പരിചയപ്പെടുത്താമോ? എന്റെ പേര് ഡാർലി. ചെടികളൊക്കെ ഞാൻ നട്ടു വളർത്തുന്നത് തന്നെയാണ്. അപ്പൊ എനിക്ക് ചെടികളോട് വളർത്തുമ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടും, വിലയും കുറച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ മണ്ണും നമ്മുടെ കമ്പോസ്റ്റൊക്കെ ഇട്ട് ചെയ്യണം. അപ്പൊ കുറെ നാള് ആ ചെടികള് നിൽക്കുകയും ചെയ്യും. വളമൊക്കെ ഞാൻ തന്നെ വാങ്ങിക്കും. കുറച്ച് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കൊക്കെ വാങ്ങിക്കുള്ളൂ. ബാക്കി കമ്പോസ്റ്റാണ് ഞാൻ കൂടുതൽ ഇടണേ. അത് നല്ലതാണ്. ചാണകം കുറച്ച് ഉപയോഗിക്കാറുള്ളൂ, ചകിരിച്ചോറും കുറച്ച് ഉപയോഗിക്കണുള്ളൂ. കമ്പോസ്റ്റ് ഇടുമ്പോ തന്നെ വേര് പെട്ടെന്ന് പാസ് ചെയ്ത് മണ്ണിൽ കൂടി നമുക്ക് വേഗം പിടിപ്പിക്കാം. ഒരു 100 കവറൊക്കെ കുത്തിയാൽ ഒരു 90 പിടിക്കാറുണ്ട്. ചേച്ചി പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റുകളും ഇവിടുത്തെ ടോട്ടൽ കളക്ഷൻ നമുക്കൊന്ന് കണ്ടാലോ? കാണാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ ചെടിയെ തന്നെ പരിചയപ്പെടുത്താം. ഈ ചെടിയുടെ പേര് ചെയിൻ ഓഫ് ഗ്ലോറി. ചെയിൻ ഓഫ് ഗ്ലോറി അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ പറയും ഇതിനെ ഒരു മണിക്കൊന്ന പറയും. ഇതൊരു 2-3 മാസം ഇതിന്റെ ഫ്ലവർ നിൽക്കും. 3 മാസം ലാസ്റ്റിംഗ്. ഡിസംബർ മാസമൊക്കെയാണ് ഇത് കൂടുതൽ ഫ്ലവർ ചെയ്യുന്ന ഒരു സമയം. ഒരു ക്രിസ്മസ് ട്രീയുടെ ഏകദേശം ഒരു ചെറിയ തൈമേ നിറച്ചും പൂവുണ്ടാവും. ഇത്ര ഹൈറ്റ് വയ്ക്കുള്ളൂ, നമുക്ക് വെട്ടി നിർത്താൻ പറ്റുമോ? വെട്ടി നിർത്താൻ എന്റെ കുഞ്ഞു കവറിൽ പോലും നന്നായിട്ട് പൂവുണ്ടല്ലേ? ഇതിന്റെ തൈക്കള് നമുക്കുണ്ടോ ചേച്ചി? ഇപ്പൊ നിലവിൽ ഇഷ്ടം പോലെ ഉണ്ട് എന്റെ ഉണ്ടല്ലേ? ഓക്കെ, നമുക്കൊന്ന് കാണാൻ പറ്റുമോ? കാണാം. ഇതൊക്കെ അതിന്റെ തൈക്കളാണ്. എല്ലാം ഫ്ലവർ. ഇതേ മുട്ടുകള് ഇതൊക്കെ കുറച്ച് വിടർന്നു. അതൊക്കെ ഞാൻ സെയിൽ ചെയ്തു. ഇത് കണ്ട. ഇതൊക്കെ ഞാൻ ഒരു 250 കവർ 250 ആ റേഞ്ചിലൊക്കെ ഞാൻ കൊടുക്കുള്ളൂ. ഞാൻ പിടിപ്പിച്ചതായിരുന്നു കേട്ടോ. എത്ര റേറ്റ് കുറച്ച് കൊടുക്കണം. നമ്മൾ നഴ്സറിയിലൊക്കെ നമ്മ കണ്ടതേ കുഞ്ഞു കവറിൽ പോലും മുട്ടിട്ടേക്കണം. ഇതൊക്കെ ഒരാഴ്ച കഴിയുമ്പോൾ കൂടി ഇതൊക്കെ വിടർന്നു. ഞാൻ കുറച്ച് കൊടുത്തല്ലേ? അടിപൊളി. ഇതിന് വെച്ച് നമ്മൾ എന്താ വളം കൊടുക്കുന്നത്? മെയിനായിട്ട് കമ്പോസ്റ്റ് തന്നെ കൊടുത്താൽ മതി. കമ്പോസ്റ്റും ഞാൻ പിന്നെ ഇത്തിരി എന്ത് വളം കൊടുക്കാം നമുക്ക്. കപ്പലപ്പിണ്ടാക്കിന് തെളി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലവറൊക്കെ കുറച്ച് നാളും കൂടി നമുക്ക് നിൽക്കും ഇങ്ങനെ. കൂടുതൽ അത് ഏത് ചെടിക്കും അതെ. ഫ്ലവർ നിൽക്കാൻ വേണ്ടി നമ്മൾ കപ്പലപ്പിണ്ടാക്കിന് തെളിയിടുന്ന ഫ്ലവറുകളൊക്കെ കുറച്ച് നാൾ നിൽക്കും എന്നൊക്കെ പറയണേ. അതാണ് പിന്നെ ഞാൻ പ്രത്യേകിച്ച് വളം കമ്പോസ്റ്റിൽ തന്നെ പിന്നെ നടുമ്പോ ഇച്ചിരി എല്ലുപൊടിയൊക്കെ ഇട്ട് നടും. ഇതിന് ഏതൊരു കാലാവസ്ഥയാണ് അനുയോജ്യമായിട്ടുള്ളത്? അധികം ചൂടാണ്, തണവാണത്. ഡിസംബർ മാസമാണ് ഇത് കൂടുതൽ ഉണ്ടാവണേ. ഈ ബൊഗൈൻവില്ലയൊക്കെ ഉണ്ടാവണ സമയം തന്നെ. അപ്പൊ പിന്നെ പോയിന്റ് സെറ്റ് ചെയ്യുക അതൊക്കെ ആ സമയത്താണ് ഉണ്ടാവണ സമയത്ത് തന്നെ ഇത് ഉണ്ടാവണേ. വലിയ മരുന്നൊന്നും കൊടുക്കണ്ട നമുക്ക്. ശരി ശരി ശരി. അടുത്ത ചെടി എന്റെ പോയിന്റ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ ചെടിയാണ്. പോയിന്റ് സെറ്റ് ഇത് 3-5 സൈസ് ഉണ്ട് എന്റെ. ഇതും ഞാൻ തന്നെ പിടിപ്പിക്കണതാണ്ടാ. നഴ്സറി
നഴ്സറി എന്ന് വാങ്ങിച്ചു വെക്കണ ചെടികളൊന്നും ഇതൊക്കെ ചേച്ചിയുടെ പ്രൊപ്പഗേഷൻ ആണ് ഫുള്ള്. അതന്നെ. ഇത് യെല്ലോ, ഇത് പിങ്ക്, റെഡ്, പിന്നെ അവിടെ വേറൊരു പിങ്ക്, പിന്നെ അത് റെഡ്. ഇതാണ് എന്റെ ആദ്യത്തെ മെയിൻ ചെടി സെയിൽ ചെയ്തോണ്ടിരുന്നത് ഇത് തന്നെയാണ്. ഇതൊക്കെ ഞാൻ അതൊക്കെ 2000 ഒക്കെ പിടിപ്പിക്കണതാ, ആ പിങ്ക് ഒക്കെ. ഇതെങ്ങനെ നമ്മള് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? കട്ട് ചെയ്തിട്ടാണോ? ഇത് കട്ട് ചെയ്തിട്ട് ഫ്ലവർ ആവണേലും മുന്നേ നമ്മ കട്ട് ചെയ്ത് വെക്കണതാണ്. ഇത് 2-3 മാസം നിക്കും. ഈ ഫ്ലവർ ഒരു ഏപ്രിൽ വരെയൊക്കെ നിക്കും. യഥാർത്ഥത്തിൽ ശരിക്കും ഒരു ലീഫ് പ്ലാന്റ് അല്ലേ ഇത്? ഇത് ഇല തന്നെ ചേഞ്ച് ആവണതാണത്. ഇല ചേഞ്ച് ആവുന്നത്. ആദ്യം പച്ച കളറാവും, പിന്നെ മുകളിലേക്ക് റെഡ് അങ്ങനെയൊക്കെ വരും. ഏപ്രിൽ നമ്മുടെ ബൊഗൻമുല്ലയൊക്കെ ആവണ പോലെ തന്നെ ആ സമയത്ത് തന്നെ ഇതും ശരിയാവും. ഇത് പിന്നെ ഫ്ലവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ നിൽക്കും അല്ലേ? അങ്ങനെ നിൽക്കും. പിന്നെ ഇതിനും അധികം മരുന്നൊന്നും കൊടുക്കണ്ട, അടിക്കേണ്ടതുണ്ട്. റോസ പോലെ ഒന്നും മരുന്നൊന്നും അടിക്കണ്ട. ഇങ്ങനെ തിന്നോളൂ. അത് കാണാനും ഭംഗിയല്ലേ ഫ്ലവർ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇലയുടെ കളർ ചേഞ്ച് ആണ്. പിന്നെ അതെല്ലാം നല്ല കളർഫുൾ ഇതാണ്. യെല്ലോന്റെ അടുത്ത് റെഡ് വരും, പിങ്ക് വരും, അങ്ങനെയൊക്കെ വരും. ഇതൊക്കെ ചേച്ചി നഴ്സറിയിലേക്ക് കൊടുക്കാറുണ്ടോ? ഇത് ഞാൻ കൊടുക്കാറുണ്ട്. ഈ ആദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ അധികം ചെടികള് വെറൈറ്റി ഉണ്ടാകൊണ്ടിരുന്നപ്പോ ഈ പോയിന്റ് സെറ്റ് തന്നെയായിരുന്നു ഞാൻ സെയിലൊക്കെ ചെയ്തോണ്ടിരുന്നത്. അത് തന്നെയായിരുന്നു. അപ്പൊ ഞാനിത് മണ്ണൂത്തിക്ക് അങ്ങനെയുള്ള നഴ്സറികളിലൊക്കെ ഞാൻ കൊടുത്തിരുന്നു. 500 പീസൊക്കെ വെച്ച് ഇതും സെയിൽ ചെയ്യാറുണ്ട്, കൊടുക്കാറുണ്ട്. ആ പിങ്ക് തന്നെ 2000 ഒക്കെ ഞാൻ പിടിപ്പിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കവറൊക്കെ നിറയ്ക്കാൻ ആളെയൊക്കെ നിർത്തും. പക്ഷെ കട്ട് ചെയ്തൊക്കെ ഞാൻ തന്നെ ചെയ്യുള്ളൂ. അത് വൈകുന്നേരമൊക്കെ സമയത്ത് ഒരു 5 മണി തുടങ്ങി ഒരു 6:30 വരെയൊക്കെ ആ സമയത്ത് എല്ലാം വെച്ചിട്ട് വൈകുന്നേരം ആകുമ്പോ കട്ട് ചെയ്യുള്ളൂ. സമയം കിട്ടാറുണ്ട്. നമ്മ അത് കണ്ട് ഓടി എപ്പോഴും ചെടിയുടെ ഉള്ളിൽ തന്നെയാണ് ഓടി നടക്കല്. അതന്നെ. നമ്മുടെ മോൺസ്റ്ററുടെ കേട്ടോ. ഈ കവർ ഞാൻ 25 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കണത്. 25 രൂപയ്ക്ക് സെയിൽ ചെയ്യണത്. ഇതൊക്കെ അത് തന്നെയാ. കൂടുതലുണ്ട്. കഴിഞ്ഞ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്ത ചെടിയാണ് ഞാനത്, മോൺസ്റ്റർ. ഇവിടെ വന്നിട്ടാണോ ആളുകൾ പർച്ചേസ് ചെയ്യുന്നത്? അത് ഓൺലൈനാണോ? ഓൺലൈനിലും കൊടുക്കും. പിന്നെ ഇവിടെ വന്നിട്ടും ആൾക്കാർ നേഴ്സറിക്കാരാകുമ്പോ വണ്ടിയും കൊണ്ട് വന്ന് ഒരുമിച്ച് കൊണ്ടുപോകും. അടുത്ത ഈ ചെടിയാണ് നമുക്ക് പരിചയപ്പെടുത്താം. എലിഫന്റ് ഇയർ അല്ലേ ഇത്? എലിഫന്റ് ഇയർ, ആനച്ചെവി എന്നൊക്കെ പറയുന്നത്. ചേച്ചി ഈ ഇരിക്കുന്ന പ്ലാന്റുകൾ മൊത്തം ചേച്ചി ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്നതാണോ? ഞങ്ങൾ അവിടെ നിന്ന് സംഘടിപ്പിച്ചതുണ്ട്. ബാക്കിയുള്ളത് ഞങ്ങൾ തന്നെ ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്തൊക്കെ പിടിപ്പിക്കും. ചേച്ചി ഇതെങ്ങനെയാ നമ്മളത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതി ഒന്ന് പറയാമോ? എങ്ങനെയാണ് ഇതിന്റെ നമുക്ക് വിത്തെടുത്ത് ഞങ്ങൾ യൂട്യൂബിലെ കണ്ടിട്ട് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആണ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചേക്കണതാണ് വിത്ത് എടുത്തത്. പിന്നെ ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ കട്ട് ചെയ്ത് ഞങ്ങൾ ഇവിടെ വെക്കണതുണ്ട്. കിഴങ്ങ് കണ്ട ഇതിന്റെ മുള തന്നെ കണ്ട. ഇതൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചേക്കണതാ. വേരുമെന്ന് അത് കട്ട് ചെയ്ത് ഇതൊക്കെ അടുത്ത വർഷം നമുക്ക് ഇത് പെട്ടെന്നാവും. ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയാൻ പെട്ടെന്ന് വളരും. ഇതിപ്പോ നമുക്ക് എത്ര നാളെ ഈ ആ ഒരു തയ്യൊക്കെ വളർന്ന് വലുതാവണേ എത്ര നാളെടുക്കും? ഒരു 5-6 മാസമൊക്കെ കൂടി ഒരുവിധം ആ സൈസൊക്കെ ആയി കിട്ടും. ആണല്ലേ? ചെറുതിന്റെ ആ ഒരു രീതിയിലാവും അല്ലെ? ഇപ്പൊ എല്ലാവർക്കും ഈ ഒരു പ്ലാന്റ് എത്ര നാള് വളർച്ചയുള്ള പ്ലാന്റുകളൊക്കെ ഈ ഒരു സൈസൊക്കെ? ഇത് 1-2 കൊല്ലം അത്രയും പിടിക്കും അല്ലേ? മദർ പ്ലാന്റ് ആയിട്ട് വന്നത്. എനിക്ക് തോന്നുന്നത് ഇതിന് കുറച്ച് ലൈഫ് ഉണ്ടെന്നുള്ള നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുള്ള ഒരു പ്ലാന്റ്. കൊറേ നാള് നിക്കുന്നത്. ഒരു 15 കൊല്ലം എന്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു 15 കൊല്ലം 20 കൊല്ലൊക്കെ അത് നിന്നിട്ടുണ്ട്. വലിയ സൈസ് ആവും. ഇതിങ്ങനെ കൊറേ നാളെ ആന്തൂര്യത്തിൽ പെട്ടത് തന്നെയാണല്ലോ. കൊറേ നാള് നിന്നോളും. അതിനധികം വെയിലൊന്നും വേണ്ട. തണലാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇതിന്റെ ഒരു ഫ്ലവർ എന്നുള്ള ഈ സംഭവമാണല്ലേ? അതിന്റെ ഫ്ലവർ അത്ര ഭംഗിയൊന്നും ഇല്ല കാണാനായിട്ട്. മറ്റേ ആന്തൂര്യത്തെ പോലെ ഒന്നും ഭംഗിയില്ല. ലീഫിനാണ് അതിന്റെ ഒരു പ്രത്യേകത അല്ലേ? 2 സൈസ് നമുക്ക് ഇത് പിടിപ്പിക്കാം. വേരുന്ന് കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് അതിന്റെ വിത്ത് എടുത്ത് ഞങ്ങൾ ചെയ്തിട്ടില്ല, പരീക്ഷിക്കാൻ വേണ്ടി. ജോബിച്ചേട്ടൻ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് ഇതൊക്കെ. ഇതിന് നമ്മൾ എന്താണ് വളപ്രയോഗമായ ഫെർട്ടിലൈസർ എന്താ ഉപയോഗിക്കുന്നത്? എല്ലാം നമുക്ക് ഇത് തന്നെ ഇട്ടാൽ മതി. നമ്മൾ സാധാരണ ചെടിക്ക് ഇടുന്ന പോലെ കമ്പോസ്റ്റും ചാണപ്പൊടി എന്ത് വേണമെങ്കിൽ ഇടാം. എല്ലുപൊടി ഇടാം, പിന്നെ വേപ്പ് പിണ്ണാക്ക് ഇടാം, അങ്ങനെയൊക്കെ ഇടാം. പിന്നെ നന്നായിട്ട് വെള്ളം വേണം ഇതിന്. ഇതിപ്പോ ഇത്തിരി പുറത്തിരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. വെയിലടിച്ചാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വെയിലടിച്ച പ്രശ്നമുണ്ട്, മഴ കൊണ്ടാ വലിയ പ്രശ്നമൊന്നുമില്ല. കയറ്റി വെക്കണമൊന്നുമില്ല ഷീറ്റ്. ഞങ്ങൾ പിന്നെ ഷീറ്റിന്റെ അടിയിൽ വെച്ചു മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് വെയിലടിച്ച് വാടിപ്പോകുന്നത് നമ്മുടെ ആന്തോറിയം പോലെ തന്നെ. ഫ്ലവർ ഉണ്ടാവണ ആന്തോറിയം പോലെ തന്നെ. നമ്മൾ നിൽക്കണത് ആന്തോറിയത്തിന്റെ ഫ്ലവർ. ആന്തോറിയത്തിന്റെ ആന്തോറിയത്തിന്റെ 2 വെറൈറ്റീസ് ഉണ്ടല്ലോ. അത് ബാക്കിലിരിക്കുന്ന നോർമൽ വെറൈറ്റി അല്ലേ? ഇത് നോർമലാണ്. പിന്നെ ഒരു 10-25 വെറൈറ്റി എന്റെ ഉണ്ട്. ഇപ്പൊ ഇതിനൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട്. വയലറ്റ് അല്ലേ? പിന്നെ ഇത് ലിമ വൈറ്റ് ആണ്. ലിമ വൈറ്റ് അല്ലേ? ഇതിനും ഡിമാൻഡ് ഉണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ ചേച്ചി? ഗ്രീനും വൈറ്റും കൂടി ഒരു ഷെയ്ഡ് വരുന്നതാണ്. അത് ഈ
ഗ്രീൻ അതുമ്പോ വരും, ഷെയ്ഡ് വരും അല്ലേ? ഷെയ്ഡ് വരും. നമുക്ക് എങ്ങനെ നടുന്ന രീതി ഒന്ന് പറയാമോ, എങ്ങനെയാന്ന് പറയാം? ആ നടുന്ന രീതി പറഞ്ഞുതരാം. നമ്മൾ സാധാരണ മണ്ണൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അല്ലെ? മണ്ണ് ഞങ്ങളിപ്പോ ഇതിൽ നട്ടേക്കണത് ഓടിന്റെ കഷ്ണവും ചകിരിയും കരിയുമാണ്. ഞാൻ മണ്ണ് ഉപയോഗിച്ചിട്ടില്ല. ശരിക്കും മണ്ണ് ഉപയോഗിക്കുമ്പോ ഫംഗസ് ഒക്കെ നമുക്ക് ഇത് വന്നത്, ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നത് മണ്ണ് ഉപയോഗിക്കും. ഞങ്ങൾ മണ്ണ് ഉപയോഗിക്കാറില്ല. ഓക്കെ. ഈ പ്ലാന്റുകളൊക്കെ ചേച്ചി ഇവിടെ തന്നെ പ്രൊപ്പഗേറ്റ് ഇതൊക്കെ ഞങ്ങളുടെ തന്നെയാണ്. കാരണം കുറച്ച് വാങ്ങിച്ചതുണ്ട് ഈ ഡാർക്ക്. ഈ ഹൈബ്രിഡ്സ് അല്ല, ഈ മിനിയേച്ചർ ടൈപ്പ്. പിന്നെ ആ വൈറ്റ് ഫ്രണ്ടിൽ ഇരിക്കുന്നത് കണ്ടാൽ അറിയാൻ പറ്റും. ഇതൊക്കെ വാങ്ങിച്ചതാണ്. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ തന്നെയാണ്. ഈ ഓറഞ്ച് ഒക്കെ നിറച്ചും പൂവുണ്ടാവും, എപ്പോഴും ഉണ്ടാവും. ഇത് ഞങ്ങൾക്ക് വിത്ത് പാകിട്ട് കിട്ടിയേക്കണതാ. വിത്താണ് കൂടുതൽ ഞങ്ങൾ പാകി ചെയ്യണത്. ഒന്ന് പറയാമോ? അതിന്റെ ഇതാണ് അതിന്റെ വിത്ത് എന്ന് പറയണത്. അത് വിത്ത് പാകിട്ട് നമ്മ ഒരു ചട്ടിയില് നമ്മ ഒരു നൈസായ കോട്ടൺ തുണി എടുക്കുക. കോട്ടൺ തുണിയാണ് ഈ അടിയിൽ ഇട്ടേക്കണത്. അത് ഈ വിത്ത് നമ്മ ഇതിലിങ്ങനെ പതിപ്പിച്ച് വെക്കാം. പതിപ്പിച്ച് വെച്ചിട്ട് നമ്മ ഒന്ന് നനച്ചു കൊടുത്തോണ്ട് നമ്മ മുകളിൽ ഒരു തുണി കെട്ടണം. അത് കെട്ടണം എന്ന് പറഞ്ഞാൽ നമ്മ വെള്ളം ഒഴിക്കുമ്പോ അതങ്ങോട്ട് അതിലേക്ക് വീണിട്ട് വന്നിരിക്കാൻ. എന്നിട്ട് ഇപ്പൊ അടിയിൽ ഏറ്റവും നൈസായ കോട്ടൺ തുണി ആവുമ്പോ ഈ കോട്ടൺ തുണി ദ്രവിച്ച് പൊക്കോളും, മാറ്റേണ്ട ആവശ്യമില്ല. ഇത് വലുതായിടാം. ഇത് ലിമാവൈറ്റിന്റെ ആണ്. പക്ഷെ ഇത് ലിമാവൈറ്റ് ആവണമെന്നില്ല നമുക്ക് കിട്ടണത്. ലിമാവൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ തന്നെയാണ് ഞാൻ ഇപ്പൊ വിത്താണ് ഇതിൽ വെച്ചേക്കണത്. നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇത്, വെറൈറ്റി കളറേ. അപ്പൊ ഞങ്ങൾ കാലത്തന്നെ ഓടി നോക്കും പൂവ് ഏതാ വിടർന്നേക്കണേന്നൊക്കെ. അതാണ് അതിന്റെ ഇത് പ്രത്യേകത. ഇതൊക്കെ വിത്താണത്. ഇപ്പൊ ഇതൊക്കെ നല്ല വിത്തുകളാ. ഇത് കണ്ട വിത്തായതാ. ഇത് ട്രോപ്പിക്കൽ റെഡിന്റെ ആണ്. പിന്നെ സെയിലായതൊക്കെ ഇങ്ങനെ വിത്ത് നമ്മളെടുത്ത് മുളപ്പിച്ച് കഴിയുമ്പോ മദർ പ്ലാന്റ് സെയിം ആയിരിക്കും നിർബന്ധം ഇല്ല. നമ്മുടെ ഇല്ലാത്തതൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ. അപ്പൊ ഏത് പ്ലാന്റ് ആയിട്ടാണ് പോളിനേഷൻ ആയെന്ന് വെച്ചാൽ അതിന്റെ ഒരു വിത്തുകൾ കളർ നമുക്ക് വരും. നമ്മുടെ ഇല്ലാത്ത കളറൊക്കെ നമുക്ക് കിട്ടിയെന്ന് വരും. ഓക്കെ. ഇത് അലോക്കേഷ്യ ഗ്രാൻഡീസ് എന്നാണ് ഈ പ്ലാന്റിന്റെ പേരല്ലേ? ഇതിന് നല്ല ഡിമാൻഡ് ഉണ്ട് ഇപ്പോഴും. അതിന്റെ തന്നെയാണ് ഇതും. അതിന്റെ തൈയാണല്ലേ? തൈകള് കുറെ ഉണ്ടായിരുന്നു, അതൊക്കെ സെയിലായതാണ്. ഇതൊക്കെ ഒരു ഗാർഡനിൽ ഇരിക്കുന്നതൊക്കെ നല്ലത്. ഒരു സിറ്റ് ഔട്ടിലൊക്കെ വെച്ച് സിറ്റ് ഔട്ടിലൊക്കെ വെക്കാം. വെയില് അധികം കൊള്ളാൻ പാടില്ല. ഓക്കെ. ശരി. ഇത് കാണുമ്പോ നമുക്ക് പെട്ടെന്ന് ഒരു നമ്മുടെ നാടൻ കണ്ടിച്ചേമ്പിന്റെ ഒക്കെ ഏകദേശം ഒരു ഇലയുടെ ഷേപ്പാണ്. പക്ഷെ അതിന് നല്ല മനോഹരമാണ്. നമ്മൾ പുറത്തുനിന്ന് പോയി കഴിഞ്ഞാൽ ശരിക്കും ഒരു വരച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രതീതി സംഭവം വരുന്നത് അല്ലേ? ഓക്കെ. ഇതൊക്കെ എത്ര നാളൊരു പഴക്കമുണ്ടാവും ചേച്ചി പ്ലാന്റ്? 2-3 വർഷം അത്രയുണ്ടല്ലേ? 3 വർഷം പഴക്കം എത്തിയ പ്ലാന്റ് ആണ്. അപ്പൊ നിങ്ങളുടെ മദർ പ്ലാന്റിന്റെ സ്റ്റോക്കിൽ പെടും. ഓക്കെ. ഇതിന് സ്പെഷ്യൽ ആയിട്ട് വല്ല കെയർ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിനും അങ്ങനെ ഒന്നും ഇല്ല. നമ്മുടെ ഇപ്പൊ സാധാരണ ചെടിക്ക് കൊടുക്കണ പോലെ അത്രയൊക്കെ ഉള്ളു അല്ലെ? വലിയ പരിചരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ. ഇത് അലോക്കേഷ്യ സിൽവർ ആണത്. സിൽവർ അല്ലേ? ഓക്കെ. ഇതും നമ്മളെ നേരത്തെ കണ്ട പ്ലാന്റിന്റെ ഏകദേശം ഒരു ഷേപ്പിലൊക്കെ വരുന്നത് അല്ലേ? അത്ര ഡിമാൻഡ്, അതിന്റെ അത്ര ഡിമാൻഡ് ഇതിനില്ല. ഓക്കെ. ഇതൊക്കെ നമുക്ക് പോർച്ചില് സിറ്റ് ഔട്ടിലൊക്കെ വെക്കാം. ഇത് അലോക്കേഷ്യ ആമസോണിക്ക. ഓക്കെ. ഇത് കഴിഞ്ഞ കൊല്ലത്തേക്കായിരുന്നു. ഈ കൊല്ലം അത്ര ഡിമാൻഡ് ഒന്നുമില്ല. ഇതൊക്കെ അത്യാവശ്യം റേറ്റ് എത്ര വരും ചേച്ചി? ഏകദേശം പറയാമോ? ഇതിന്റെ തൈകൾക്കൊക്കെ ഒരു 200 രൂപ 150 അങ്ങനെയൊക്കെ തൈകളാണ്. അതൊക്കെ തൈകളാണ്. ഓക്കെ. അതൊക്കെ നമ്മളൊരു 200 രൂപ റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇത് നമ്മുടെ സീബ്ര കലാഡിയോണ്. ഇതൊക്കെ സീബ്ര അല്ലേ? കഴിഞ്ഞ കൊല്ലം ഇതിനും ഡിമാൻഡ് ആയിരുന്നു. ഇപ്പൊ ഈ കൊല്ലം അത്ര ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ടല്ലേ? ഓക്കെ. ഇതൊക്കെ ചേച്ചി സെയിൽ ചെയ്തിരുന്ന ചെറിയ കപ്പില് അങ്ങനെ വെച്ച് ഞങ്ങൾ കൊടുത്തിരുന്നു. അത്യാവശ്യക്കാർക്ക് ഇപ്പൊ നഴ്സറിക്കാർക്ക് ആകുമ്പോ വലിയ കപ്പ് കാണിക്കാനുള്ളവർക്ക് വലിയ ചട്ടി കൊടുക്കും ഞാൻ. മണ്ണ് ചട്ടി കൊടുക്കൂല, പ്ലാസ്റ്റിക് ചട്ടിയാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പൊ ഈ ഇരിക്കുന്നതൊക്കെ തൈകളാണ്. അതൊക്കെ ഞാൻ ഒരു 200 രൂപ റേറ്റിനൊക്കെ ഞാൻ സെയിൽ കൊടുക്കാറുണ്ടല്ലേ? ചെറുതാവുമ്പോ ഒരു 100 രൂപ അങ്ങനെയൊക്കെ ചെയ്തു. കഴിഞ്ഞാലും ഇതിനൊക്കെ നല്ല ഇടിയായിരുന്നു. അതെ. അത് പ്ലാന്റിന്റെ ഒരു വലിപ്പം അനുസരിച്ചൊക്കെയാണ് അത്യാവശ്യം റേറ്റ് കാര്യങ്ങൾ വരുന്നത് അല്ലേ? ഇത് ഫൈക്കസ് വെരിഗേറ്റഡ്. ഈ പ്ലാന്റ് വെരിഗേറ്റഡ് അല്ലേ? ഇതൊരു മദർ പ്ലാന്റ് ആണ്. ഞങ്ങൾ എത്ര വർഷമായി ഈ ഒരു പ്ലാന്റിന്റെ പഴക്കം? 5 വർഷമൊക്കെ പഴക്കമുണ്ട്. 5 വർഷം പഴക്കമുണ്ടല്ലേ? ഓക്കെ. അതിന്റെ തന്നെ സാധാരണ പ്ലാന്റ് ആണ് ഇത്. ഓക്കെ. ഇത് വെരിഗേറ്റഡ്, ഇതല്ലാത്ത പിന്നെ ഇതൊക്കെ നമ്മുടെ അരേളികളാണ്. അരേളി അല്ലേ? ഇതിലൊരു പ്രത്യേക ഇത് ഞങ്ങൾ തന്നെ പിടിപ്പിച്ചെടുത്ത അരേളിയാണ്. ഇതിലെല്ലോ അല്ലേ? കണ്ടിട്ടില്ല, കുറവാണ്. അത് ഒരു പ്രത്യേകത ഉണ്ടായി. ഞങ്ങൾ പിടിപ്പിച്ചതാ. ഇതൊക്കെ സാധാരണ ഇതൊക്കെ ചേച്ചി സെയിലിന് വെച്ചിരിക്കുന്നതാണോ? അതൊക്കെ അത്യാവശ്യക്കാർക്ക് കൊടുക്കും. ഇതൊക്കെ എത്ര ചേച്ചി? അതൊക്കെ ഒരു 200 രൂപ 200 രൂപ റേഞ്ച് വരും അല്ലേ?
കവറൊക്കെ ആവുമ്പോ ഒരു 30 രൂപ അങ്ങനെയൊക്കെ കൊടുക്കും. അപ്പൊ ഇത് അല്ലാണ്ട് ഇനി സ്റ്റോക്ക് ഉണ്ട് നമുക്ക് ഇവിടെ? അപ്പൊ കവറിലുണ്ട്. ഓക്കെ, അതൊക്കെ എത്ര വരും നമുക്ക് ഏറ്റവും കുറഞ്ഞത്? അതും 25 രൂപ 30 രൂപ അങ്ങനെ 25 രൂപ 30 രൂപ ആ റേഞ്ചിലൊക്കെ കൊടുക്കാം അല്ലേ? അടിപൊളി. അപ്പൊ ഇരിക്കുന്നതൊക്കെ ചേച്ചിയുടെ പ്ലാന്റിന്റെ വലിയൊരു കളക്ഷൻ ആണ് അതൊക്കെ. ഇതൊക്കെ നമുക്ക് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണോ? ഇതിന്റെ പേര് ഡുറാന്ത. ഓക്കെ, ഇത് പറഞ്ഞാൽ നമുക്ക് വൈറ്റ് ആണ്. ഇത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചെടിയാണ് കേട്ടോ. ഇതും വെരിഗേറ്റഡ് അല്ലേ? ഇത് സാധാരണയാണല്ലേ? ഇത് നമ്മളിപ്പോ ഇങ്ങനെ സൈഡിലൊക്കെ ആക്കുമ്പോ നമ്മൾ രാത്രിയൊക്കെ നല്ല വെളിച്ചം നമുക്ക് പ്രകാശം തോന്നും. നല്ല വൈറ്റ്നസ് ആയിരിക്കും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചെടിയാ അത്. ഇതിന്റെ ഒക്കെ തൈക്ക് നമുക്ക് കൊടുക്കാനുണ്ടോ? ഇത് 25 രൂപയ്ക്കൊക്കെ ഇതിന്റെ ചെറിയ തൈകളുണ്ടോ. ആണല്ലേ? പിന്നെ ഞാൻ പ്ലാസ്റ്റിക് ചട്ടിയിലൊക്കെ വെച്ച് ആൾക്കാർ നഴ്സറിക്കാരെ കൊണ്ടുപോകാറുണ്ട്. മണ്ണ് ചട്ടി കൊടുക്കണില്ല. ഇതൊരു ഭംഗിക്ക് ഇത് കാണുമ്പോ ഇതിന്റെ തൈകളൊക്കെ എന്റെ സെയിലാവണേ. ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഈ ചെടിയോട്. ഇത് നമ്മുടെ ബ്ലീഡിംഗ് ഹാർട്ട് ആണ് കേട്ടോ. ബ്ലീഡിംഗ് ഹാർട്ട് അല്ലേ? ഇതിന്റെ റെഡ് ഉണ്ട്. ഇത് റെഡാണ്. അത് റെഡ് കളറിന്റെ ബാക്കില് കുറെ ഉണ്ട്. ഇത് നമ്മുടെ ചൈന ഫ്ലോറയുടെ അതേ ഗ്രൂപ്പിൽ തന്നെ പെട്ടതായത്. മണിക്കൊന്നയുടെ ഇതിന്റെ കവറുകളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ഞാനൊരു 25 രൂപ 30 രൂപയ്ക്കൊക്കെ തൈകൾ കൊടുക്കും. ചെറുതുമേ ആവുമ്പോ തന്നെ പൂവുണ്ടാവും. ഇത് ഡിസംബർ മാസം തന്നെ ഉണ്ടാവണതാണ് കേട്ടോ. അതൊക്കെ ഫ്ലവറിംഗ് സീസൺ ഡിസംബർ ആണ്. ഡിസംബർ നമ്മുടെ ബൊഗൻവില്ല ഉണ്ടാവണ സീസൺ. കമ്പ് കട്ട് ചെയ്ത് നടന്നാണോ? അത് തന്നെ, ഇത് കമ്പ് കട്ട് ചെയ്ത് നടാം. ഇത് പിടിക്കാനായിട്ട് നേരത്തെ നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടാവില്ലേ, ആ സമയത്താണ് ഇത് കൂടുതലും നട്ടുപിടിപ്പിക്കുന്നത്, പൂവൊക്കെ കഴിയുമ്പോ. ഇത് ലെവലിൽ വെട്ടി നിർത്തിയതാ. ഇനി ഇതുമൊക്കെ ഉണ്ടാവുന്നതൊക്കെ കപ്പിളിണ്ടാക്കിന്റെ തെളിയാണ് കൊടുക്കുമ്പോ. രാസവളം അധികം ഉപയോഗിക്കാറില്ല, ഇടയ്ക്കൊന്നും കൊടുക്കാറുള്ളൂ. കമ്പോസ്റ്റ് സിങ്കോണിയൊക്കെ ഒരു 15 രൂപയ്ക്കാണ് ഞാൻ നേഴ്സറിക്കാർക്ക് കൊടുക്കണേ. 15 രൂപ 15. പിന്നെ ആ പിങ്ക് 25 അല്ലേ? 20, 25 ഒക്കെ. എല്ലാ പ്ലാന്റുകളും ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് അല്ലേ? അതെ. ഇതൊക്കെ 15. എല്ലാം 15 അല്ലേ? പിന്നെ ഇത് എപ്പിസിയുടെ കവറുകൾ 15. ഇതൊക്കെ 15 അല്ലേ? നമ്മുടെ എപ്പിസിയുടെ വെറൈറ്റികളാണ്. എപ്പിസിയുടെ കളക്ഷനാണ് ഈ ഒരു ഹാങ്ങിങ്. ഇത് നമ്മ എപ്പിസിയൊക്കെ നമ്മ മണലിലാണ് കൂടുതലും പിടിപ്പിക്കുന്നത്. ചാണകം ഞാൻ ഉപയോഗിക്കാറില്ല. കമ്പോസ്റ്റും മണലിലും വിറ്റ് നമുക്ക് എല്ലാ ചെടികളും വേഗം എപ്പിസിയെ പിടിക്കും. പരീക്ഷിച്ചതൊക്കെ നല്ല ആൾക്കാർ ചോദിക്കാറുണ്ട് ഇതെങ്ങനെ ഇത്രയ്ക്കും ലീഫിനൊക്കെ വളർച്ചാന്ന്. അതേ ഞാൻ കപ്പിളിപ്പിണ്ടാക്കിന്റെ തെളിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കും. ചാണകമൊക്കെ ഇടുമ്പോഴാണ് ആകെ ഇതാണ്. ചകിരിച്ചോറ് ഉപയോഗിക്കില്ല. കുറെ വെറൈറ്റികളുണ്ട്. ഇതിന്റെ കവറൊക്കെ ഞാൻ 15 രൂപയ്ക്ക് സെയിൽ ചെയ്യണത്. അതില് നോർമൽ ഉണ്ട്. ഇതൊക്കെ ഞാൻ 3 വെച്ചുണ്ട്. ഇതിന് ഇച്ചിരി ഡിമാൻഡ് ഉണ്ട്. അങ്ങനെ നോർമലൊക്കെ ഞാൻ എടുത്ത് അവിടെ വെച്ചേക്കാണ്. വെറൈറ്റീസ് ആണ് ഈ കാണുന്നത്. ഇതെങ്ങനെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ലീഫിൽ നിന്നാണോ? ഇത് ലീഫ് കുത്താം. പിന്നെ അതിന്റെ തണ്ട് ഇങ്ങനെ എടുത്ത് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ഞാൻ ലീഫിനേലും കൂടുതൽ തണ്ടുകൾ തന്നെ കട്ട് ചെയ്യണം. ഇതിപ്പോ ഇതെങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുത്തി കഴിഞ്ഞാൽ വേഗം പിടിച്ചോളും. 15 രൂപ 15 കൊടുക്കാം. ഇത് പിടിലാന്തസ്. ഇതൊക്കെ ഞാൻ പിടിപ്പിച്ചതാണ്. ഇത് എന്റെ മൂത്ത ചേച്ചി ടീച്ചറാ. ആള് തന്നേക്കണത് എനിക്ക്. ഇതൊക്കെ എന്റെയാണ്. ഇതിന്റെ കൊടുക്കാറുണ്ട് ഞാൻ. പോട്ട് അനുസരിച്ച് 100 രൂപ 80 രൂപ. ഇതിന്റെ കവറൊക്കെ 20 രൂപ 15 രൂപയ്ക്കൊക്കെ ഞാൻ സെയിൽ ചെയ്യും. ഇതൊക്കെ പിടിലാന്തസ് തന്നെയാണ്. ഇതിന്റെ പിടിലാന്തസ് കേരളി പിങ്ക് എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ വെയിലടിക്കണ ഭാഗത്താണ് ഈ പിങ്ക് കളറുകളൊക്കെ വന്നെ. കണ്ട പിങ്ക് കളറ് വെയിലടിക്കണം അതിലേക്ക്. അതാണ് ആ പിങ്ക് കളർ തന്നെ. അതാണ് ആ പേര്. പിടിലാന്തസ് കേരളി പിങ്ക് എന്നതിന്റെ പേര്. കവറ് 15 രൂപയ്ക്കൊക്കെ കൊടുക്കും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി വിളിച്ചിട്ട് വന്ന് സകല പ്ലാന്റ് എടുത്തിട്ട് പോകാം. അങ്ങനെ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണത്. കവറും കപ്പും. ഇപ്പൊ അത്യാവശ്യം പുതിയ നേഴ്സറിക്കാർ പോകുമ്പോ ഇങ്ങനെ കപ്പൊക്കെ എന്റെ അടുത്ത് കൊണ്ടുപോകും. ഇത് കൊടുക്കും. ഞാനൊരു 100 രൂപയ്ക്കൊക്കെ ഇങ്ങനെ സെറ്റ് കൊടുക്കും. 15 അങ്ങനെയൊക്കെ കൊടുക്കും. ഗ്രൗണ്ട് ഓർക്കിഡിന്റെ ഇട്ടതൊക്കെ. ഇതൊരു 40 രൂപയ്ക്കൊക്കെ കവർ ഞാൻ കൊടുക്കും. ഒരു കവർ 40 രൂപ അല്ലേ? ഗ്രൗണ്ട് ഓർക്കിഡ് അല്ലേ? അധികം വെറൈറ്റി ഇല്ല. യെല്ലോ ഇതൊക്കെയാണ് കൂടുതൽ. വൈറ്റ് അത്രേ ഉള്ളൂ. അടുത്തോലാവുമ്പോ ഇതിലും കൂടുതലൊക്കെ ആക്കണം. പിന്നെ ബ്ലീഡിംഗ് ഹാർട്ടിന്റെ ഒക്കെ അങ്ങനത്തെ തൈകളൊക്കെ ഉണ്ട്. ഇതിന്റെ ചൈനീസ് വാൾസാണ്. എത്ര കളർ സ്റ്റോക്ക് ഉണ്ട്? ഇത് 5-10 സൈസ് ഒക്കെ ഉള്ളൂ. 10 സൈസ് അല്ലേ? ഇത് കവറൊക്കെ ഞാൻ 15 രൂപയ്ക്കാണ് ഞാൻ 15 രൂപയ്ക്കാണ് കവർ കൊടുക്കുന്നത് അല്ലേ? അടിപൊളി. ഇത് പെപ്പറോണിയുടെ
ഓക്കെ, ഇതൊക്കെ നമ്മള് കവറിലാണല്ലോ. ഇതൊക്കെ എത്ര വരും നമുക്ക്? അതൊക്കെ ഒരു 30 രൂപ. 30 രൂപ റേഞ്ച് അല്ലേ? അത് പിടിലാന്തസ് നമ്മൾ നേരത്തെ കണ്ടതല്ലേ? ഓക്കെ. അടീനിയ ഉണ്ടല്ലോ അത്യാവശ്യം. അടീനിയ ഫ്ലവറിന്റെ അതില്ല. പിന്നെ പിന്നെ ഇതൊക്കെ ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ജോബ് ചേട്ടൻ ചെയ്തേക്കണതാ ഇത്. ഗ്രാഫ്റ്റ് മിക്കതും അത് ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ വെച്ചേക്കണതാണ്. ഓക്കെ, അതിന്റെ തൈക്കളാണോ കൊടുക്കാനുള്ളതാണോ കാണുന്നത്? അത് തൈകളൊക്കെ ഞാൻ പാകിയതാണ് കേട്ടോ. പാകി എടുത്താണല്ലേ? അത് ഞങ്ങ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടല്ലേ? വെച്ചേക്കണതാണ്. വിൽപ്പനക്കല്ല, അത് ഞങ്ങൾ വിൽക്കണില്ല. വിൽക്കാനുള്ള ആയിട്ടില്ല. ഇതൊക്കെ അരേലിയുടെ. ഇത് ബ്ലാക്ക് അരേലിയാണ് കേട്ടോ. ബ്ലാക്ക് അരേലി അല്ലേ? ഇതൊക്കെ റേറ്റ്? ഇതിന് വിലയുണ്ട്. ഇതിനൊരു 60 രൂപയൊക്കെ. 60 രൂപ അല്ലേ? കവറൊക്കെ ബ്ലാക്ക് അരേലിയായിരുന്നു. ഇത് ഷഫ്ലോറയുടെ. ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്നോ? ഇതിന്റെ വലിയ ലീഫ് ഉണ്ട്. ലീഫൊക്കെ അത് അവിടെ ഉണ്ട്. അപ്പുറത്തല്ലേ? പിന്നെ തനി ഗ്രീൻ ഉണ്ട്. വെരിഗേറ്റഡും ഉണ്ടല്ലേ? ഇതൊക്കെ എത്ര വരും നമുക്ക്? ഇതും 25-30 25-30. അതും 25-30. അതന്നെ. ഇതൊക്കെ ഡ്രസ്സീന ഗോൾഡ്. ഇതിന്റെ കട്ട് ചെയ്ത് തന്നെ നമുക്ക് പിടിപ്പിക്കാവുന്ന. ഇതൊക്കെ മിൽക്കി. ഓക്കെ, അത് ഡൈഫൺ ബെക്കിയ. ഇത് ചേച്ചി നടാൻ പാടില്ല, എന്തോ മറ്റേ വേറെ വിഷം ഉണ്ടെന്നൊക്കെ പറയണേ. എല്ലാത്തിനും ഉണ്ട് വിഷം. പക്ഷെ വേറൊരു സൈസ് വെറൈറ്റി ഉണ്ട്. അതിനാണ് ഇതിന് പ്രശ്നമില്ലാത്ത ടൈപ്പാണോ? പ്രശ്നമില്ല. പക്ഷെ ടൈമൊന്നും അധികം അങ്ങനെ ആക്കാണ്ട് അതന്നെ സിറ്റ് ഔട്ടിലൊക്കെ വെക്കാം. നേരെ സൂര്യപ്രകാശം കിട്ടാൻ. ഈ കവറൊക്കെ ഞാനൊരു 30 രൂപ 40 രൂപ അങ്ങനെയൊക്കെ ഇട്ടു. വലിയതൊക്കെ ഇച്ചിട്ട് ബ്ലീഡിംഗ് ഹാർട്ടിന്റെ നമ്മള് വൈറ്റ് കണ്ടു. ഇതിപ്പോ റെഡ് അല്ലേ? റെഡ് വെറൈറ്റി. ഓക്കെ, ഇതൊക്കെ റേറ്റ് സെയിം തന്നെയാണോ? 20-30 തന്നെയാണോ? അടിപൊളി. ഇത് റിയോന്റെ തന്നെ. ഇതിന്റെ ഒക്കെ തൈകളുണ്ട് കേട്ടോ. 3 സൈസ് ഞാൻ അങ്ങനെ വെച്ചു അത്രേ ഉള്ളൂ. ഓക്കെ, കാണിക്കാം. ഇത് മണി പ്ലാന്റ് കൊണ്ട് എന്താ മതിലിട്ടിരിക്കുന്നു? അടിപൊളി. വെരിഗേറ്ററുണ്ടല്ലോ. അതിന്റെ കവറൊക്കെ 15 രൂപ. 15 നഴ്സറിക്കാർക്ക് കൊടുക്കണം. ഓക്കെ. ഇനിയിപ്പോ ചേച്ചി അഗ്ലോണിമയുടെ വെറൈറ്റീസ് അല്ലേ? അടിപൊളി. അതിലെല്ലാ സൈസും അഗ്ലോണിമേള് ഞങ്ങൾ കാണിച്ചു. ഇതൊക്കെ നമുക്ക് കൊടുക്കാനായിട്ടില്ല അല്ലേ? ഇതിന്റെ ഒക്കെ കൊടുക്കും ഞാൻ. ആണല്ലേ? അതൊക്കെ എത്ര റേറ്റ് വരും? ഒരു കോമൺ ആയിട്ട് പറയാൻ പറ്റുമോ? എത്ര വരും? 250 അങ്ങനെ റേറ്റ്. അഗ്ലോണിമയ്ക്ക് റേറ്റ് ഉണ്ടല്ലേ? റേറ്റ് ഉണ്ട്. അതിന് കുറയണില്ല. അഗ്ലോണിമയുടെ റേറ്റ് ഇപ്പൊ കുറയണില്ല. ബാക്കി ഏത് ചെടിയുടെ കുറയും. പക്ഷെ അഗ്ലോണിമയ്ക്ക് മാത്രം കുറയണില്ല. ഇതൊക്കെ കലാത്തിയുടെ വെറൈറ്റീസ് ആണ്. എല്ലാ വെറൈറ്റീസും ഉണ്ടല്ലോ ഒരുമാതിരി അല്ലേ? ഒരുവിധം എല്ലാ സൈസും ഉണ്ട്. എല്ലാ വെറൈറ്റീസും ഉണ്ടല്ലോ നമുക്ക്. കലാത്തിയൊക്കെ നമ്മൾ എന്ത് റേറ്റ് കൊടുക്കുന്നത് ചേച്ചി? ഇതൊക്കെ ഞാനൊരു 100 രൂപയ്ക്ക് ഇതിന്റെ കവറൊക്കെ കൊടുക്കാറുണ്ട്. ഇതിന് ഇതിനേലും ഇത്തിരി വില കുറവാണ്. ഇത് പച്ച ഗ്രീൻ. ഓക്കെ, എല്ലാ ടൈപ്പും ഉണ്ടല്ലോ സ്റ്റോക്ക്. ഇതൊക്കെ 150. 150 അല്ലേ? 150. ഇത് രണ്ടും ആൾക്കാർക്ക് ഡിമാൻഡ് ഉണ്ട്. ഇത് കൂടുതൽ ഡിമാൻഡ് ഇതിനൊക്കെ ചോദിക്കണം. ഇതിന് ഡിമാൻഡ് ഇച്ചിരി കുറവാണ് കേട്ടോ. തീരെ തൈയാണോ നമ്മൾ കൊടുക്കുന്നത്? തീരെ ഇല്ല. ഒരുവിധം കപ്പിലൊക്കെ വെക്കണ ഒരു കടയൊക്കെ കൊടുക്കും. ഇതിന് വെയിലൊട്ടും വേണ്ട അല്ലേ? വെയിൽ വേണ്ട. ഇത് നമ്മുടെ സുഡ്രാന്തിമോ ഉണ്ടത്. ഇത് ഞാൻ 25 രൂപയ്ക്ക് തന്നെ കൊടുക്കണേ. അതിന്റെ ഒരു കളർ തന്നെയാണ് ഈ റെഡ്. ഇതും ഒരു വൈറ്റ് പൂവൊക്കെ ഉണ്ടാവും കേട്ടോ. പൂവുണ്ടാവും അല്ലേ? സുഡ്രാന്തിമ. ഇതൊക്കെ നമുക്ക് 25 രൂപ. 25 രൂപയുള്ളൂ. ഈ ഇരിക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതിന്റെ കവറുകൾ. ഇതൊക്കെ എത്ര റേറ്റ് വരുന്നത്? ഇതിനും 25 രൂപ. 25 രൂപ. 15 രൂപ 15 രൂപ 25 രൂപ ആ റേറ്റിലേക്ക് കൊടുക്കുന്നത്. പിന്നെ ജസ്റ്റിസയുടെ കവറ്. ഓക്കെ, ഇതൊക്കെ 15-20. 15-20 ഇതൊക്കെയുള്ളൂ. ഇതൊക്കെ 15 എല്ലാം 15-20. ഇതും 15. അൾട്രാന്ധ്ര. ഓക്കെ, ഇതൊക്കെ 15 രൂപയ്ക്ക്. ഇതെന്റെ ബിഗോണിയുടെ കേട്ടോ. ബിഗോണിയുടെ കളക്ഷൻസ് ആണല്ലേ? ഓക്കെ, ഇതൊക്കെ നമുക്ക് എത്ര റേറ്റ് കൊടുക്കാൻ പറ്റൂടാ? ഇതൊക്കെ ഞാനൊരു 100 രൂപ അങ്ങനെ. 100 രൂപ റേറ്റില് കൊടുക്കാൻ പറ്റും അല്ലേ? ആ വൈറ്റ് ആൾക്കാര് ചോദിക്കുന്നുണ്ട്. ഈ വൈറ്റ് അല്ലേ? ഇതിനിപ്പോ ഇല്ല. പക്ഷേ ഇതിന്റെ റെഡിന് ഇത്തിരി ഡിമാൻഡ് ഉണ്ട്. റെഡ് തന്നെ. ആ റെഡിനൊക്കെ അല്ലേ? ഓക്കെ, ഇതൊക്കെ ഏകദേശം ഒരു 100 രൂപ അല്ലേ? 100 രൂപ. അതൊക്കെ 60 രൂപ. നേഴ്സിക്കാർക്ക് കൊടുക്കുമ്പോ ഞാൻ അങ്ങനെ കൊടുക്കണം കേട്ടോ. ഓക്കെ. ഇതെല്ലാം അരളിയാണ് കേട്ടോ. അരളിയാ. ഇതിനൊക്കെ തൈ എത്ര വരും ചേച്ചി? ഇതിനൊക്കെ ഒരു 20 രൂപയ്ക്കൊക്കെ. 20 രൂപയ്ക്ക് കിട്ടും അല്ലേ? നല്ല വെയിൽ വേണം കേട്ടോ. എന്നാലേ ഈ യെല്ലോ കളർ ആവുള്ളൂ. ഇത് വേറെയാണോ സംഭവം? ഇത് പച്ച തന്നെയാണ്. പച്ച തന്നെയാണ്. അതെല്ലോ അല്ലേ? അതെല്ലോ.
ഇത് ബോർഡറിലൊക്കെ വെക്കണ അരളിയുടെ തന്നെ മറ്റൊരു വെറൈറ്റി അല്ലേ? വെറൈറ്റി ഇത് ഇത് ഇച്ചിരി ഇതുണ്ട് അധികം നഴ്സറിൽ ഇത് കാണാറില്ല കേട്ടോ. ആണല്ലേ? ഇപ്പൊ ഇതിന്റെ ഒക്കെ കൊടുക്കാനുണ്ടോ? ഇതിന്റെ തൈകളൊക്കെ ഉണ്ട്. ഇത് 20 രൂപ 30 രൂപയ്ക്കൊക്കെ എടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല. ഇത് സോങ് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ. സോങ് ഓഫ് ഇന്ത്യ. ഇത് മോളെന്നെ കട്ട് ചെയ്ത് നമുക്ക് പിടിപ്പിക്കാവുന്നതാണ്. ഇതൊക്കെ എത്ര റേറ്റ് വരുന്നുണ്ട്? ഇത് കവറിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു 25 രൂപയ്ക്കൊക്കെ കൊടുക്കാം. എന്തായി കഴിഞ്ഞാലും ഒരു 50-ന് മീത് എന്തായാലും പോവില്ല. ഇതൊക്കെ നമ്മുടെ ഡ്രസ്സിനകളാണ് ഇട്ടതൊക്കെ ഇരിക്കുന്നത് അല്ലേ? ഇതൊക്കെ തൈ ഉണ്ടോ കൂടെ സ്റ്റോക്ക്? തൈകളുണ്ട് ഇതൊക്കെ. ഇത് ഞങ്ങൾ ഫ്ലവർ അറേഞ്ച്മെന്റിനും ഈ ലീഫൊക്കെ വെക്കാറുണ്ട്. ആണല്ലേ? കൂടുതലും അതാണ് ഞങ്ങൾ തന്നെ ഉപയോഗിക്കണതൊക്കെ. അപ്പൊ ഇതൊക്കെയാണ് ചേച്ചിയുടെ കൂടെ ഒരു പ്ലാന്റ് കളക്ഷൻസ് അല്ലേ? ഇത് പെട്ടെന്ന് നശിച്ചിട്ടൊന്നും പോകുന്നില്ല. ഇത് കുറെ നാളൊക്കെ നിന്നോളൂ. എത്ര നാളൊക്കെ ചേച്ചിയുടെ ഉദ്ദേശം വെച്ചൊരു പ്ലാന്റ് ഒക്കെ നമുക്ക്? ഇതൊക്കെ 5-6 വർഷമൊക്കെ എങ്ങനെയൊക്കെ നിന്നു. അത്ര നിൽക്കും അല്ലേ? രാസവളമൊക്കെ അധികം കൊടുക്കാണ്ടിരുന്നാ മതി. ഫ്രണ്ട്സ്, അപ്പോൾ ഡാർലി ചേച്ചിയുടെ ഹോം ഗാർഡന്റെ കാഴ്ചകളും വിശേഷങ്ങളും അതേപോലെ തന്നെ ചേച്ചി എങ്ങനെയാണ് പ്ലാന്റുകളെ കെയർ ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റുകളുടെ റേറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലാന്റുകൾ ആവശ്യമുള്ളവർക്കും ഈ ഒരു ഹോം നഴ്സറി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നേരിട്ട് വരാവുന്നതാണ്. ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തൊട്ട് താഴെയായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിലും നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.